വിജയകുമാർ, മറ്റൊരു കാര്യം, ഇനി രാഹുലിനെതിരെ തുടർ നടപടി, സംഘടനാ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഉറച്ചെന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞത് കെ മുരളീധരൻ മാത്രമാണ് കഴിഞ്ഞ ദിവസം. എന്താണ് ബാക്കി കാര്യങ്ങൾ എന്നത് പാർട്ടി ആലോചിച്ച് നടപടി വേണമെങ്കിൽ എടുക്കുമെന്നത്. ബാക്കിയുള്ളവരെല്ലാവരും പോലീസ് അന്വേഷിക്കട്ടെ, പോലീസല്ലേ ഇനി കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പാർട്ടിക്ക് തന്നെ ഒരു പരാതി വരുന്നു. സ്വാഭാവികമായും മുൻകൂർ ജാമ്യാപേക്ഷയിലെ കോടതിയുടെ നിലപാടറിഞ്ഞ് നടപടിയെടുക്കാൻ കാത്തിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വമെന്നാണ് കഴിഞ്ഞ ദിവസത്തെ കൂടിയാലോചനകൾക്ക് ശേഷം പുറത്തു വന്ന വിവരം. അതല്ല, അതിനപ്പുറത്തേക്ക് അതിന് മുന്നേ തന്നെ ഒരുപക്ഷെ കോൺഗ്രസിന് തുടർ സംഘടനാ നടപടികൾ, കടുത്ത സംഘടനാ നടപടികളിലേക്ക് പോകേണ്ടി വരുമെന്ന സമ്മർദ്ദത്തിലാക്കുന്നത് കൂടിയാണ് ഈ കത്ത്. ഇന്നലെ നമ്മളുടെ തിരുവനന്തപുരം പ്രതിനിധി ആർ ശ്രീജിത്ത് നൽകിയ വളരെ വിശദമായ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അടുത്ത ഘട്ട നടപടിയിലേക്ക് പോവുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷ നിരാകരിക്കുകയും ഈ പ്രതി അറസ്റ്റിലേക്ക് പോവുകയും ചെയ്താൽ പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്ന അന്തിമമായ നടപടിയിലേക്ക് പോകാൻ നേതാക്കൾക്കിടയിൽ ധാരണയായിരിക്കുന്നു എന്നതാണ്. ആ നടപടി ഒരുപക്ഷെ ഉടൻ പ്രതീക്ഷിക്കാം, ഉടൻ ഉണ്ടാകുമെന്ന സൂചനയും നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോ ഇന്നലെ നൽകിയിരുന്നു. അത് നാളത്തെ കോടതി നടപടികളെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുക, പോലീസിന്റെ നീക്കങ്ങളെയും ആശ്രയിച്ചായിരിക്കും ഇരിക്കുക. ഇതിൽ ഗോകുൽ, ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ വാർത്ത നൽകി ഇതിനോടകം തന്നെ നമ്മൾ പ്രധാനപ്പെട്ട നേതാക്കളെ ഒക്കെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്, ഞാൻ ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നില്ല, അതിന്റെ അടുത്ത ഘട്ട നടപടിയിലേക്ക് പോകട്ടെ, പാർട്ടി നേതൃത്വം ഒരു തീരുമാനമെടുക്കട്ടെ, അപ്പോൾ ഞാൻ പ്രതികരിക്കാമെന്ന്. മുൻ പ്രതിപക്ഷ നേതാവ്, മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുമായി നമ്മൾ അല്പസമയം മുമ്പ് സംസാരിച്ചു. അദ്ദേഹവും പറയുന്നത് ഞാൻ ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. കെ മുരളീധരനുമായി നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അദ്ദേഹത്തെ നമുക്ക് ഒരു പക്ഷേ അദ്ദേഹം പ്രതികരിച്ചേക്കാം. സാധാരണ ഈ വിഷയങ്ങളിലൊക്കെ വളരെ ബോൾഡായ സ്റ്റാൻഡ് എടുത്ത ഒരാൾ പ്രതിപക്ഷ നേതാവിനെയും രമേശ് ചെന്നിത്തലയ്ക്കും ഒപ്പം അത്തരമൊരു നിലപാടെടുത്തയാൾ കെ മുരളീധരനായിരുന്നു, രാജ്മോഹൻ ഉണ്ണിത്താനായിരുന്നു. ആ നേതാക്കളുടെ പ്രതികരണങ്ങൾ ഈ പരാതി വന്നതിന് ശേഷമുള്ളത് അറിയേണ്ടതുണ്ട്. പക്ഷേ ഈ നേതാക്കളിൽ ആരൊക്കെ ഈ പരാതിയുടെ ഉള്ളടക്കത്തെ പറ്റി ബോധവാന്മാരാണെന്ന് നമുക്കറിയില്ല. ഈ പരാതി KPCC അധ്യക്ഷനാണ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം അത് വായിച്ചിട്ടുണ്ടോ, അതിലെന്തൊക്കെ നടപടി? സ്വാഭാവികമായും ഇത്രയും വളരെ അങ്ങേയറ്റം ഗുരുതരമായ പരാമർശങ്ങളുള്ള ഒരു പരാതി ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരെ, ഒരു യുവ MLA-ക്കെതിരെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന് കിട്ടുമ്പോൾ സമാനമായ ഒരു അന്വേഷണം നടക്കുന്ന പശ്ചാത്തലത്തിലെ പരാതി പോലീസിലേക്ക് കൈമാറുക എന്നതാണ് പ്രാഥമികമായി പരമപ്രധാനമായും അദ്ദേഹം ചെയ്യേണ്ടത്. അത് അദ്ദേഹം ചെയ്തിട്ടുണ്ടോ, അത് ചെയ്യുമോ? അത് അദ്ദേഹം ഇനിയിപ്പോൾ തിരുവനന്തപുരത്തിൽ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെയായി പല പല ജില്ലകളിലാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കൈവശം കിട്ടിയിട്ടുണ്ടോ, ഇതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. സണ്ണി ജോസഫ് ഫോണിൽ അവൈലബിൾ ആയാൽ നമുക്ക് ആ ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാമായിരുന്നു. പക്ഷേ അങ്ങേറ്റം ഗുരുതരമായ സാഹചര്യമുണ്ട്. ഇത് കൂടുതൽ നടപടിയിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തിന് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കാര്യത്തിൽ രൂപപ്പെട്ടു വരികയാണ്. അത് ഈ പരാതിയോടുകൂടി അത് കുറെ കൂടി ശക്തമാവുകയും ചെയ്യുന്നു. ഇനി പരാതി ക്രൈംബ്രാഞ്ച് മറ്റൊരു കേസായി രജിസ്റ്റർ ചെയ്താൽ, മറ്റൊരു FIR ആയി രജിസ്റ്റർ ചെയ്താൽ സമാനമായ 2 FIRൽ അന്വേഷണം നടക്കുന്ന ഒരു യുവ MLA എന്നതും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഖ്യാതിയുടെ കൂടെ പെടും. അപ്പോൾ ഉറപ്പായും കോൺഗ്രസ് നേതൃത്വത്തിന് പാർട്ടി നടപടിയുടെ 2ാം ഘട്ടം അതിലേക്ക് കടക്കേണ്ടി വരും. അതിന് സമ്മർദ്ദമുണ്ട് പാർട്ടി നേതൃത്വത്തിന് മേൽ. ആ സമ്മർദ്ദം കുറെ കൂടി ശക്തിപ്പെടുകയും അതിന്റെ തീരുമാനത്തിലേക്ക് സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിക്ക് കടക്കേണ്ടി വരികയും ചെയ്യും എന്നതിൽ തർക്കമില്ല. ഗൂഗിൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.